ശരിക്കും ഈ പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോ ആളുകളുടെ ഒരു സ്നേഹം എങ്ങനെയാ? ഭയങ്കര ഓവറാണ്. അയ്യോടാ. ഫോട്ടോ എടുക്കല്. പക്ഷെ അത് നമ്മൾ അവരെ നിരസിക്കാൻ പറ്റില്ല. കാരണം എന്താ അറിയോ, സ്നേഹാണ്. നമ്മളെ വീട്ടുകാർക്ക് നമ്മളെ വാട്ടാറാക്കാൻ പറ്റൂല, വിമർശിക്കാനേ പറ്റുള്ളൂ. നമ്മളെ അടിച്ചമർത്തപ്പെടും അവര്. സത്യാണ്. തീർച്ചയായിട്ടും എനിക്ക് എന്റെ വീട്ടിൽ നിന്ന് ഒരിക്കൽ പോലും എനിക്കൊരു അംഗീകാരം കിട്ടിയിട്ടില്ല. ഉള്ള കാര്യം ഞാൻ പറയണേ. ഇനിയിപ്പോ അവരെന്നെ എന്ത് പറഞ്ഞാലും വരും, വീട്ടിൽ പുറത്താക്കിയാലും വെക്കില്ല. അവരെന്നെ അംഗീകരിച്ചിട്ടില്ലല്ലോ. അവരെന്താ പറയാ? അല്ലെ ഇപ്പൊ ഭയങ്കര ഇഷ്ടമാണ്. അല്ല അവരെന്താ എങ്ങനെ വിമർശിക്കുക? എന്ത് പറഞ്ഞാല് എപ്പോഴും പാട്ടിനോട് എപ്പോഴും പരിപാടിക്കൊണ്ട് പായരാക്കത്ത് 2 മണിക്ക് വരുന്നു 3 മണിക്ക് വരുന്നു. എന്താ ഇത് ആണുങ്ങളെ വൈദ്യൊക്കെ ചോദിക്കൂ. നാട്ടുകാരായി ചോദിക്കൂലോ. അതെ, നാട്ടുകാർക്കാ കുറച്ച് ക്ഷമ, വീട്ടുകാർക്ക് തീരെ ക്ഷമയില്ലാത്ത. അപ്പോൾ ഞാൻ പറയുന്നത്, നിങ്ങൾ എന്നെ എന്ത് ശരീര ഫലീല നിങ്ങൾ വെച്ച പൊരിക്കുന്ന ഇവിടുന്ന് മൈത്ത് നിസ്കരിക്കുക, എന്നെ ലോകം മുഴുവൻ നിസ്കരിക്കും. ഇത് പറഞ്ഞിട്ട് അവരാടാൻ നിർത്തും. ഞാൻ ഭയങ്കര സ്നേഹമാണ്. മക്കളൊക്കെ എങ്ങനെയാ സപ്പോർട്ട്? എന്റെ മക്കള് സപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ അവരുണ്ടാ, ഞാൻ അവര് മരിച്ചില്ല, കൊന്നില്ല അവരെ. കാരണം ഞങ്ങളിപ്പോ രാവും പകലും പാതിരാക്ക് പോയി പാട്ടും പാടിയിട്ട് കൊണ്ടുവരുന്ന വരുമാനത്തിന്റെ ഇത് കൊടുക്കണ ഞങ്ങളെ മക്കളേന് ഞങ്ങള് നോക്കണത്, നാട്ടാരല്ല ഞങ്ങള് നോക്കണത്. അപ്പൊ ആ മക്കള് നമ്മളെ വിമർശിച്ച പിന്നെ അവരുണ്ടാ. ഞാൻ കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ മോനുണ്ടല്ലോ, മോനും മോളൊക്കെ ഉണ്ട്, അവരിപ്പൊ പറയാണ് ഉമ്മേന്റെ അടുത്ത് ഉമ്മനി മതി പാട്ട് നിർത്തിക്കോളി. ആ ജന്മത്തിൽ അവരത് പറയൂല, ഞാൻ പറയിപ്പിക്കൂലോ. പറയിപ്പിച്ചെങ്കിൽ ഉമ്മ ഇല്ലല്ലോ. കാരണം നമ്മളിങ്ങനെ ഈ കെട്ടിയിട്ട പശു എന്നൊക്കെ പറയണില്ലേ, ഈ അഴിഞ്ഞു തിരിഞ്ഞ് നടന്ന പശുവിനെ പെട്ടെന്ന് കെട്ടിയിട്ട് അതൊരു കൊമ്പും കൂടി ഉണ്ട്, അവിടെ ഒരു കൊമ്പും കൂടി ഉണ്ടെങ്കിൽ പോയി പിന്നെ കുത്തി കയറൂലേ, കൊല്ലും. അതിനെക്കാളും നല്ല ഉമ്മ പോയിക്കോട്ടെ. ഇവളറിയാ പണ്ടേ ഏഷ്യാനെറ്റിന്റെ ആൾക്കാർ ആരോ വീട്ടിൽ വന്നപ്പോ എന്റെ മോളോട് ചോദിച്ചു, മോള് ഇന്റർവ്യൂ ചെയ്യുമ്പോ ഒന്ന് ഇവിടെ ഒന്ന് ഇരിക്കോ. നമ്മളീ പരിസരത്ത് വരൂലെന്നാ. ഇന്ന് എന്നെ അറിയപ്പെടുന്നത് ഓളക്കൊണ്ടാ. പക്ഷെ എന്റെ മോളെ ഭർത്താവ് പറയാതിരിക്കാൻ വയ്യ, എന്നും എനിക്ക് സപ്പോർട്ട്. എന്റെ മോളെ ഭർത്താവ് നജീബ്, അവനും മീഡിയ സിറ്റിയാണ്, ചാനലാണ്. എന്റെ ജീവിതത്തിന് എനിക്ക് ഏറ്റവും കിട്ടിയ മഹാഭാഗ്യം എന്റെ മരുമകനാ. അതെനിക്ക് പറയാതിരിക്കാൻ പറ്റൂല. എനിക്കൊരു തലവേദന വരുന്നത് പോലും അവനക്ക് ഇഷ്ടമല്ല. അവൻ എന്ന് സംസാരിക്കുമ്പോ, ഇപ്പോഴും കുറച്ച് സമയം മുന്നേ സംസാരിച്ചിട്ടുള്ളൂ, സംസാരിക്കുമ്പോ എന്തായി ചായ കുടിച്ചാ, പിന്നെ അങ്ങനെ റൂമൊക്കെ എങ്ങനെയുണ്ട് ഞാൻ പറഞ്ഞിട്ടാ വരിക. ഓനാണ് വിളിച്ച് അവരെ കൊണ്ട് ബുക്ക് ചെയ്യിപ്പിക്കണേ. ഞാൻ പോന്നിടത്തല്ലോ നല്ല റൂമൊക്കെ നല്ല സെറ്റപ്പ് ആണെന്നല്ലോ ഓനാ പറയാ എങ്ങനെയുണ്ട്. അത് എല്ലാ ദിവസങ്ങളിലും ഓനെ എന്നും ഇങ്ങനത്തെ ഒരു മരുമകനെ കിട്ടണമെങ്കിൽ ഭാഗ്യം. മോൻ വിളിക്കോ? എന്റെ മോനെ ഒന്ന് വിളിച്ചിട്ട് രണ്ടോ ഞാൻ അവനെ ചീത്ത അറിയാം. അല്ല, ചോദിക്കുന്ന ചോദ്യം അങ്ങനത്തതാണ്. പക്ഷെ പഞ്ചപാവ എന്റെ മോന്. ഈ ഇന്നത്തെ ന്യൂ ജനറേഷനില് വളരുന്ന കുട്ടികള് എല്ലാവരും അനുഭവിക്കുന്ന, രക്ഷിതാക്കളും മാതാപിതാക്കളും അനുഭവിക്കുന്ന, മക്കളെ കൊണ്ട് ഒരുപാട് അനുഭവിക്കുന്നവരുണ്ട്. ഏതൊരു മാതാപിതാക്കളും ആഗ്രഹിക്കുന്ന ഞങ്ങളെ മക്കള് നന്നാവണം എന്നാണ്. ഈ കണ്ണൂർ സീനത്ത് എന്നറിയപ്പെടുന്നതിൽ എനിക്കിഷ്ടം സുനൈബിന്റെ ഉമ്മ എന്നറിയപ്പെടുന്നതാണ്, എൻ്റെ മകന്റെ ഉമ്മ എന്ന. കാരണം എന്താ അറിയോ, എൻ്റെ നാട്ടിൽ പാപ്പിനിശ്ശേരി വളപട്ടണം ആ ഇതില്ലേ എൻ്റെ മോനിക്ക് അങ്ങനെ കൂടുതലായിട്ടൊരു പുറലോകം ഗൾഫിലൊക്കെ പോയെങ്കിലും, പക്ഷെ എൻ്റെ നാട്ടിലുള്ളവരുടെ ഇടയിൽ എൻ്റെ മോനിക്കുള്ളൊരു പേരൊരു ഇമേജ് ഉണ്ട്. കാരണം ഇത്രയും വയസ്സായി ഇതുവരെ എൻ്റെ മോനെ കൊണ്ട് തമാശക്ക് പോലും ഒരാളും ഒരു കുറ്റം പറഞ്ഞിട്ടില്ല, ഒന്നും. അങ്ങനെയുള്ള മക്കളെ കിട്ടണമെങ്കിൽ നമ്മൾ മാതാപിതാക്കൾ ഒരാളും ആഗ്രഹിക്കുന്നില്ല മക്കള് മോശത്തരത്തിലേക്ക് പോകണമെന്ന്. പക്ഷെ സാഹചര്യം മക്കളെ പിന്നെ അവര് ചിന്തിച്ചിട്ട് നന്നാവണം. ഇപ്പോഴത്തെ കുട്ടികൾ ചിന്തിച്ചിട്ട് നന്നാവണം അതിൽ. പക്ഷെ എൻ്റെ മക്കളാണ് എൻ്റെ ഏറ്റവും വലിയ എൻ്റെ ഭാഗ്യം. പിന്നെ എൻ്റെ 9 പേരക്കുട്ടികള്, എൻ്റെ മോൾക്ക് 6 പെൺകുട്ടികൾ, മോനിക്ക് 3 പെൺകുട്ടികൾ. പെൺകുട്ടികളോ? എല്ലാരും പെൺകുട്ടികളാ. 9 പേരക്കുട്ടി പെൺകുട്ടികളാ. എന്റെ വീട്ടിൽ വന്ന അംഗൻവാടിയാ. ഇത് രസം.